സോ മക്കളെ വെൽക്കം ബാക്ക്. സോ നമ്മളിനി രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് ചാപ്റ്റർ ഫോർ കീമോ റിസപ്റ്റർ ഇൻ ഓർഗാനിസം ചാപ്റ്ററിലെ വർക്ക്ഷീറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ഹോർമോൺസിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കുക. നിങ്ങൾ ആദ്യം തന്നെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ 3 കാറ്റഗറി ആയിട്ട് നിങ്ങൾ ആദ്യം പഠിക്കുക. ഹോർമോൺസിൻ്റെ പേര്, ഗ്ലാൻഡിൻ്റെ പേര്, ഓരോ ഗ്ലാൻഡിൻ്റെ പേര് പഠിക്കുക, അത് റിലീസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ പേര് പഠിക്കുക, അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കുക. ഇത് 3ആണ് നിങ്ങൾ ആദ്യം ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കറിയാം ഹോർമോൺസ് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളെ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ. എന്താ വിളിക്കുക? എൻഡോക്രൈൻ. ഇവർ വിളിക്കുന്ന പേരാണ് എന്താ? ഹോർമോൺസ്. ഇവർ സെക്രീറ്റ് ചെയ്യുന്ന സാധനത്തിന് കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹോർമോൺസ്. ഓക്കെ, ഇത് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഓക്കെ, ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഡയറക്റ്റ് ബ്ലഡിലേക്കായിരിക്കും റിലീസ് ചെയ്യണത്. ഇവർക്ക് രക്തക്കുഴലുകളോ ഈ കുഴലിലൂടെ ഒന്നുമില്ല ഇവർ പാസ് ചെയ്യുക, ഡക്റ്റിലൂടെ അല്ല ഇവർ പാസ് ചെയ്യുക, ഡയറക്റ്റ് ബ്ലഡിനായിട്ടാണ് മിക്സ് ചെയ്യണത്. അതുകൊണ്ട് എൻഡോക്രൈൻ്റെ വേറൊരു പേരാണ് ഡക്ട്ലെസ് ഗ്ലാൻഡ്. ഈ ഒരു ടേം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, ഡക്ട്ലെസ്. വാട്ട് ഇസ് ഡക്ട്ലെസ്? ഇവർ ഡയറക്റ്റ് ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യാം. ഹോർമോൺസ് ഡയറക്റ്റ് എങ്ങോട്ടാണ് റിലീസ് ചെയ്യണത്? ബ്ലഡിലേക്ക്. ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ ഹോർമോൺ കമ്പൈൻസ് വിത്ത് സ്പെസിഫിക് റിസപ്റ്റേഴ്സ്, അല്ലേ? ബ്ലഡിൽ എന്തുണ്ടാവും? ഓരോ ഹോർമോൺസ് ഉണ്ടാവും. ഈ ഹോർമോൺസിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഓരോരോ ഓർഗൻസിലോ അല്ലെങ്കിൽ ഓരോരോ സെൽസിലോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ സെൽസിൻ്റെ പുറത്ത് റിസപ്റ്റേഴ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഉള്ളിലുണ്ടാവുക. ഒന്നില്ലെങ്കിൽ മെംബ്രെയിനിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻസൈഡ് ദി സെല്ലിൻ്റെ ഉള്ളിലുണ്ടാവുക. സോ ഹോർമോൺസ് ആരായിട്ട് ബൈൻഡ് ചെയ്യും? അതിൻ്റെ തന്നെ റിസപ്റ്റേഴ്സ്. അങ്ങനെ തന്നെ പഠിക്കുക. ഓരോ റിസപ്റ്റേഴ്സിനും ഓരോ ഹോർമോൺസിനും അതിൻ്റെതായ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ഹോർമോൺസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇവർ തമ്മിൽ ബൈൻഡ് ചെയ്തിട്ടാണ് സെല്ലുലാർ ഫങ്ഷൻസ് നടക്കുക. സോ ഇവർ തമ്മിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്താ? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഹോർമോണ് റിസപ്റ്ററിനായിട്ട് ബൈൻഡ് ചെയ്തതിനാൽ എന്ത് സ്ട്രക്ചർ ഫോം ചെയ്യും? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. 1 കഴിഞ്ഞു. നെക്സ്റ്റ് 1 ആണ്. നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ഹോർമോൺസ് ആണ് നമുക്ക് പഠിക്കുന്നത്. ഒന്ന് കംപ്ലീറ്റ്ലി പ്ലാന്റ്സിൽ കാണുന്ന ഹോർമോൺസും ഉണ്ട്, 2 ആനിമൽസിൽ കാണുന്നത്. സോ നമ്മൾ ആദ്യം പഠിക്കുന്ന പ്ലാൻ ഹോർമോൺസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പ്ലാൻ ഹോർമോണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രൂട്ട്സ് റൈപ്പനിങ്, മാങ്ങയൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു നോർമലി നമ്മൾ പ്ലാന്റ്സിൽ ഈ ഫ്രൂട്ട്സ് റൈപ്പൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എത്തിലീൻ. വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് ആർട്ടിഫിഷ്യലി ഉണ്ട്, നമുക്കറിയാം സിന്തറ്റിക്കും ഉണ്ട്, നാച്ചുറലും ഉണ്ട്, കൂടാതെ സിന്തറ്റിക് മാൻമെയ്ഡ് ആയിട്ടുള്ള പ്ലാൻ ഹോർമോൺസും ഉണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലാൻ ഹോർമോൺ ഫ്രൂട്ട്സ് റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എത്തിലീൻ. ഓക്കെ, പിന്നെ എത്തിലിൻ്റെ ഒരു കാര്യം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരേ ഒരു പ്ലാൻ ഹോർമോണാണ്, ഗ്യാസ് ഫോമിൽ കാണുന്ന ഒരേ ഒരു ഹോർമോണാണ് ആര്? എത്തിലിൻ. ആ ഒരു പോയിന്റും കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന പ്ലാൻ ഹോർമോൺസിൽ ബാക്കിയെല്ലാം ഏകദേശം ലിക്വിഡ് എമൗണ്ടിലായിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് റൈപ്പനിങ് ഹെൽപ്പ് ചെയ്യുന്ന എത്തിലിൻ ഏത് ഫോമിലായിരിക്കും? ഗേഷ്യസ് ഫോമിലായിരിക്കും ഇത് കാണാം. അതൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് 1 ആണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഹോർമോൺസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? ആനിമൽസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആനിമൽസിൽ എന്തിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക? ബ്ലഡിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക ഹോർമോൺസ്. പക്ഷെ പ്ലാന്റ്സിന് അങ്ങനെയല്ല. പ്ലാന്റ്സിൽ ബ്ലഡ് ഒന്നുമില്ലല്ലോ. സോ പ്ലാന്റ്സിൽ കാണുന്നത് എന്തായിരിക്കും? സെൽ ടു സെല്ലായിരിക്കും. ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക്, സെൽ ടു സെൽ ത്രൂ സൈലം ഫ്ലോയം. സൈലം ഫ്ലോയം വഴിയായിരിക്കും എന്ത് ചെയ്യുക? സെൽ ടു സെൽ സൈലം ഫ്ലോയം വഴിയായിരിക്കും ഇവർ എന്ത് ചെയ്യുക? ഹോർമോൺസിന് പാസ് ചെയ്യുക. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് വന്നതാണ്. നോക്കി മക്കളെ, നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുണ്ട്, നിങ്ങളത് കറക്റ്റ് ആണെങ്കിൽ മാറ്റി തിരുത്തി എഴുതണം പറഞ്ഞേക്കണേ. കറക്റ്റ് മിസ്റ്റേക്ക്, ഇഫ് എനി മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻ പോർഷൻ ഗിവ് ദ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആക്കി നിങ്ങൾ റീറൈറ്റ് ചെയ്ത് എഴുതുകയും വേണം. ഓക്കെ, ഫൈറ്റോക്രോം ഈസ് എ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെൻറ്റ്, പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോട്ടോസിന്തസിസ്. അല്ല, നമുക്കറിയാം ഫൈറ്റോക്രോം എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്, ഒരു പിഗ്മെൻറ്റ് ഹോർമോണാണ്. ഓക്കെ, ഫൈറ്റോക്രോം എന്ന് പറഞ്ഞാൽ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെൻ്റ് ആണ്. ഈ ഒരു പിഗ്മെൻറ്റ് മീൻസ് നമ്മൾ എന്താ പറയുക, സൂര്യപ്രകാശത്തിനൊക്കെ പ്ലാന്റ്സിൻ്റെ ടിപ്പിൽ, മെയിനായിട്ട് പ്ലാന്റ്സിൻ്റെ ടിപ്പ്, ദാറ്റ് ഈസ് ഷൂട്ട് എന്ന് അതിനെ പറയാം. സ്റ്റെമ്മിനെ വിളിക്കുന്ന പേരാണ് ഷൂട്ട്. പിന്നെ അതുപോലെ തന്നെ റൂട്ട്. ഈ ടിപ്പിൽ കാണുന്ന ഒരു പിഗ്മെൻ്റ് ആണ് ആര്? ഈ പറയുന്ന ഫൈറ്റോക്രോം. ഈ ഫൈറ്റോക്രോം ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇവരെന്ത് ചെയ്യും? അതിൻ്റെതായ ഗ്രോത്ത് ഒക്കെ കാണിക്കും. നമുക്കുള്ളിൽ പഠിക്കാം. സോ ഈ ഹോർമോണിൻ്റെ റോള് എന്തിനായിരിക്കും? നമുക്കറിയാം, ഒരു പ്ലാന്റ് വളരുന്നത് ഡേ നൈറ്റ് നോക്കിയിട്ടാണ്, അല്ലേ? ഒരു പീരീഡ് ഉണ്ട്, ആ പീരീഡ് നോക്കിയിട്ടാണ് ഈ പ്ലാന്റ്സ് എന്ത് വളരുക. സോ ഫോട്ടോസിന്തസിസിനെല്ലാം ഹെൽപ്പ് ചെയ്യുക ഫോട്ടോ പീരിയോഡിസം. ഒരു പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് ഈ പറയുന്ന
ഡേ ലെങ്ത് നൈറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ആ പ്ലാന്റ് വളരുക. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ പേരാണ് എന്ത്? ഫൈറ്റോക്രോം. നോട്ട് ഫോട്ടോസിന്തസിസ് അല്ല, ഫോട്ടോ പീരിയോഡിസം ആണ് അവിടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് നമുക്കറിയാം, ഗ്ലാൻഡ് കൂടാതെ നമ്മൾ ചില ടിഷ്യൂസ് കുറച്ച് ഹോർമോൺസ് റിലീസ് ചെയ്യും. അങ്ങനത്തെ ഒരാളാണ് ആര്? ഗ്രലിൻ. ഈ ഗ്രലിൻ നമ്മൾ സ്റ്റൊമക്കിൻ്റെ അപ്പർ പോർഷനിൽ നിന്ന് നമുക്ക് എന്താ പറയുക, വിശപ്പ് വരുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഗ്രലിൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ബീറ്റാ സെൽസ് ഓഫ് ദ പാൻക്രിയാസ്. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ കറക്റ്റ് ചെയ്താൽ എന്തുണ്ട്? ഇൻസുലിൻ. ഗ്രലിൻ മാറ്റിയിട്ട് നിങ്ങൾ അവിടെ എന്തെന്ന് എഴുതാ? ഇൻസുലിൻ എഴുതാ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് 6th ക്വസ്റ്റ്യൻ. നേരെ തിരിച്ചു ചോദിക്കാം. നമ്മൾ ലൈറ്റ് പ്ലാന്റ്സിൽ കാണുന്ന ഫോട്ടോസിന്തറ്റിക് ലൈറ്റ് പിഗ്മെന്റിന്റെ പേരെന്താ? ഫൈറ്റോക്രോം. ക്ലിയർ ആണല്ലോ? ഫൈറ്റോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന് അർത്ഥം. ബയോളജിയിൽ ഫൈറ്റോ മീൻസ് ലൈറ്റ്, ക്രോം എന്ന് പറഞ്ഞാൽ കളർ എന്നാണ് ഉദ്ദേശിക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ആണ്, അനലൈസ് ദി ടേബിൾ ആൻഡ് റീഅറേഞ്ച് ദ ഫോളോയിങ്. നമുക്കറിയാം പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കുക. ഈ ചാപ്റ്ററിൽ പ്ലാന്റ് ഹോർമോൺസ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. പ്ലാന്റ്സിൽ കാണുന്ന 5 ഹോർമോൺസിൻ്റെ പേര് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ എല്ലാം പഠിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ പ്ലാന്റ്സിൽ കാണുന്ന 5 ഹോർമോൺസിൻ്റെ പേര് മറക്കാതെ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് 5 ഹോർമോൺസ്. ഏതൊക്കെയാണ് 5 ഹോർമോൺസ്? സൈറ്റോകൈനിൻ, ഓക്സിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ് ആൻഡ് ജിബെർലിൻസ്. ഈ 5 ഹോർമോൺസ് ആണ് പ്ലാന്റ്സിൽ നാച്ചുറലി കാണുന്നത്. ഇനി ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് നോക്കി ചെയ്യാം. നമുക്കറിയാം സൈറ്റോകൈനിൻസ് ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും എന്തിനായിരിക്കും? സൈറ്റോകൈനിൻസ് ഹെൽപ്സ് ഇൻ ദി സ്റ്റിമുലേഷൻ, സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻഷൻ. അപ്പോൾ ഒന്നാമത്തെ വരുന്നത് ഇതാണ്. നെക്സ്റ്റ് വൺ, ഓക്സിൻ്റെ റോൾ എന്താ? ഓക്സിൻ്റെത് സെൽ ഇനോങ്ങേഷനും പിന്നെ അതുപോലെ തന്നെ ട്രോപ്പിക് മൂവ്മെൻറ്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആരെ ഫംഗ്ഷൻ? ഓക്സിൻ. അപ്പോൾ അത് 2 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എത്തിലിൻ്റെ മെയിൻ റോൾ എന്താ? എത്തിലിൻ്റെ മെയിൻ റോള് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ പറയുന്ന പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏജിനിങ് ഓഫ് ലീഫ്, ഫ്ലവർ ഡീഗ്രേഡിങ്, ക്ലോറോഫിൽ, പ്രോട്ടീൻ, ഇതിനൊക്കെയാണ് അവർ എന്ത് ചെയ്യുക? മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് അത് 3rd വൺ കൊടുക്കുക. ഇനി അബ്സിസിക് ആസിഡിൻ്റെ റോൾ എന്താ? മെയിൻറ്റനിങ് സീഡ് ഡോർമെൻസി ഓവർ ടൈം, അൺഫേവറബിൾ കണ്ടീഷൻസിൽ എന്ത് ചെയ്യുക? ഓവർകം ചെയ്യുക. അതാണ് 4th വൺ. നെക്സ്റ്റ് 5th വൺ വരുന്നതാണ് ജിബെർലിൻസിൻ്റെ ആണ്. ബ്രേക്ക് സീഡ് ഡോർമെൻസി, ഇൻഫ്ലുവൻസ് ദി ഫോർമേഷൻ. ഇത് നിങ്ങൾ കറക്റ്റ് നോർമലി നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ പഠിക്കുക. ശ്രദ്ധിക്കുക, ഓരോ ഹോർമോൺസിൻ്റെയും പേര്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫങ്ഷൻസ്, ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് വെച്ചിട്ട് വേറൊരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മളെ വർക്ക്ഷീറ്റിൻ്റെ ലാസ്റ്റ് ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ കണ്ട, അത് വേർഡ് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവില്ല, ജസ്റ്റ് നോക്കുക. ഈ ഒരു ചാർട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ട, ഓരോ ഹോർമോൺസിൻ്റെ പേര്, അതിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ മെയിൻലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നില്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക മാർക്ക് ചെയ്യുക, തെറ്റ് എന്നിട്ട് കറക്റ്റായിട്ട് എഴുതാനൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ നന്നായിട്ട് പഠിക്കുക. ഹോർമോണിൻ്റെ പേര്, അതിൻ്റെ ഫങ്ഷൻസ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ ആണ് ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ, കൂട്ടത്തിൽ പെടാത്തത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരൊറ്റ ഇതിൽ കാണുമ്പോൾ ഇവരെല്ലാവരും ഹോർമോൺസ് ആണ്. ആരൊക്കെയാണ്? നമുക്ക് ഇൻസുലിൻ, ഗ്ലൂക്കഗൺ. ഓക്കെ, ഇൻസുലിൻ, ഗ്ലൂക്കഗൺ, കോർട്ടിസോൾ, തൈമോസിൻ. ഓക്കെ, ഇതിൽ നമുക്ക് ഇൻസുലിൻ നമുക്കറിയാം പാൻക്രിയാസിൻ്റെ ആണ്. അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ നമുക്ക് എന്താ? ഈ രണ്ടും പാൻക്രിയാസ് സെക്രറ്റ് ആണ്. പക്ഷേ ഈ കോർട്ടിസോളും റിലീസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മളെ അഡ്രിനാലിക് ഗ്ലാൻഡിൽ നിന്നാണ്. പക്ഷേ ഈ കോർട്ടിസോളിൻ്റെ ഫംഗ്ഷൻ ഇവരെ 3 പേരെ ഫംഗ്ഷനായിട്ട് സെയിം ആണ്. അതായത് ഇവർ 3 പേരും ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാറ്റിസ്, ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ റോൾ ഇവർ 3 പേരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടിൽ നോക്കും സാറേ ഇവർ രണ്ടും ഓക്കെ, തൈമോസിൻ വരുന്നത് തൈമസ് ഗ്ലാൻഡിൽ നിന്നാണ്. പക്ഷെ കോർട്ടിസോൾ വരുന്നത് അഡ്രിനാലിക് ഗ്ലാൻഡാണ്. പക്ഷെ കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഹെൽപ്സ് ഇൻ എന്ത്? ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്ന ഈ 3 ഹോർമോൺസ് ആണ് മെയിൻലി ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത തൈമോസിനാണ്. ബാക്കി എല്ലാവരും വരുന്നത് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാറ്റിസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ ആണ് കുറച്ച് ഹോർമോൺസിന്റെ പേരാണ്. അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, ലാസ്റ്റ് വൺ ADH, ആന്റി ഡയററ്റിക് ഹോർമോൺ. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്. അപ്പോൾ ആൻറ്റീരിയറിൽ കാണുന്ന ഹോർമോൺസ് ആണ് ഇവരെല്ലാവരും. ഒരാൾ മാത്രം ആര്? ADH സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? പോസ്റ്റീരിയറിലാണ്. ബാക്കി എല്ലാവരും എവിടുന്നാണ് വരുന്നത്? ആൻറ്റീരിയർ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ? സോ ഓഡ് വൺ ഈസ് ADH, അതേഴ്സ് ആർ ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ ആണ് വിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദി നെർവ് സിസ്റ്റം ആർ ഫങ്ഷനിങ് ആസ് ഹോർമോൺ.
ഫോർ എക്സാമ്പിൾ നമ്മൾ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ, സെറോട്ടിൻ. ഈ പറയുന്ന ഹോർമോൺസ് ഒക്കെ എന്തായിട്ട് ആക്ട് ചെയ്യുക, അത് നമ്മൾ നോർമലി അവർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. പക്ഷേ ഇവർ നമുക്ക് എന്താ പറയുക, ബോഡിയിൽ നല്ലൊരു സന്തോഷം തരാം, ഹോർമോൺ റിലീസ് ഇതാവുക. അതിൽ നിങ്ങൾക്ക് റിസൾട്ട് നോക്കുമ്പോൾ SSLC ഫുൾ A+, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ഡോപ്പമൈൻ, സെറോട്ടോണിൻ, എൻഡോഫ്രിൻ. ഈ പറയുന്ന ഹോർമോൺസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ദേ ആർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അവരെന്തായിട്ട് ആക്ട് ചെയ്യും? ഹോർമോൺസ് ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ആണ് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ഹോർമോണിന്റെ ഫങ്ഷൻസ് ബോക്സിൽ തന്നിട്ടുണ്ട്. ഈ ഹോർമോണിന്റെ ഫങ്ഷൻസ് വായിച്ചു നോക്കാം. ഓക്കെ, ഇൻഫ്ലുവൻസ് സ്ലീപ്പ്, നമുക്ക് രാവിലെ രാത്രി കിടക്കുന്നു, രാവിലെ എണീക്കുന്നു, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ നമ്മൾ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും റിതമിക് ആക്ടിവിറ്റി നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യം, ഇന്ന സമയത്ത് എണീക്കുന്നു, ഉറങ്ങുന്നു, പഠിക്കുന്നു, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിന്റെ പേര് പഠിക്കുക. ഈ ഗ്ലാൻഡിന്റെ പേരാണ് എന്ത്? പീനിയൽ ഗ്ലാൻഡ്. എന്താ വിളിക്കുക? പീനിയൽ ഗ്ലാൻഡ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ഗ്ലാൻഡാണത്. ഈ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരെന്താ? മെലാറ്റോണിൻ. എന്താ വിളിക്കുക? മെലാറ്റോണിൻ. ഓക്കെ, രണ്ടാമത്തെ ഏത് ഗ്ലാൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പീനിയൽ ഗ്ലാൻഡ്. ഇനി അപ്പോൾ നമ്മളുടെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം ഒരു ക്ലോക്ക് പോലെ നമ്മളുടെ ഒരു 24 മണിക്കൂറിലെ എല്ലാ ആക്ടിവിറ്റീസും ഇയാൾ കൺട്രോൾ ചെയ്യണല്ലേ. അതുകൊണ്ട് ദിസ് ഗ്ലാൻഡ് ഇസ് ഓൾസോ നോൺ ആസ് ബയോളജിക്കൽ ക്ലോക്ക്. എന്തും കൂടി വിളിക്കും? ബയോളജിക്കൽ ക്ലോക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. ഇത് റിലേറ്റഡ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക് ഷീറ്റിൽ കാണും. സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കണ നോക്കിയാൽ ഗ്ലാൻഡിൻ്റെ പേര് പഠിച്ചു, ഹോർമോണിൻ്റെ പേര് പഠിച്ചു, അതിൻ്റെ ഫംഗ്ഷനും പഠിച്ചു. ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ ബോക്സ് ആക്കി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ കാൽസ്യത്തിൻ്റെ ലെവൽ. കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ഏതാ? യെസ്, നമുക്ക് 2 ഹോർമോൺ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് എന്ത്? കാൽസിറ്റോണിൻ. എന്താ വിളിക്കുക? കാൽസിറ്റോണിൻ. ഇത് നമ്മളെ കാൽസ്യത്തിൻ്റെ അളവിനെ കുറക്കും. ഇനി നമുക്ക് ബോഡിയിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പോൾ കുറക്കുന്ന ഹോർമോണാണ് ആര്? കാൽസിറ്റോണിൻ. ഇനി കൂട്ടുന്ന ഹോർമോൺ എവിടുന്ന വന്നാൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് പാരാത്തോർമോൺ. എന്താ വിളിക്കുക? പാരാത്തോർമോൺ. ഇവരെന്ത് ചെയ്യും? കാൽസ്യത്തിൻ്റെ അളവിനെ കൂട്ടും. ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റുകളിൽ ഒരു ചാർട്ട് തന്നെ പഠിക്കാനുണ്ട്. അത് എക്സാമിന് എന്തായാലും മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കാൽസ്യത്തിൻ്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് നോക്കിയേ. ദാറ്റ് ഈസ് 9 to 11. ഇതാണ് നമ്മളുടെ കാൽസ്യത്തിൻ്റെ നോർമൽ ലെവൽ. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ 12th ക്വസ്റ്റ്യൻ നോക്കിയേ. റാബിറ്റ് ഇൻസെക്ട്സ് പ്രൊഡ്യൂസ് സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസ്. അതായത് ഇപ്പോൾ മനുഷ്യൻ്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ റാബിറ്റ് ഇൻസെക്റ്റ് ഒക്കെ എന്ന് വെച്ചാൽ അവരുടെ മെയ്റ്റ്സിനെ അല്ലെങ്കിൽ അവരുടെ ഇണകളെ അട്രാക്ട് ചെയ്യുന്ന ചില കെമിക്കൽസ് സ്പ്രേ ചെയ്തിട്ടാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഉറുമ്പിൻ്റെ ബാക്കിൽ വേറെ ഉറുമ്പുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. സോ ഒരു ഉറുമ്പിൻ്റെ ബാക്കിൽ നിന്ന് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് സ്മെല്ല് ചെയ്തിട്ടാണ് അടുത്ത ആൾ അയാളെ ബാക്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ദാറ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് ഇസ് നോൺ ആസ് ഫെറമോൺസ്. എന്താ വിളിക്കുക? ഫെറമോൺസ്. ഓക്കെ, പിന്നെ അത് ഡോഗിൽ കാണുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഫെറമോൺ ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പേര് പറയുന്നുണ്ട്. ആ പേര് മാത്രം നിങ്ങൾ പഠിക്കുക. സോ ജനറലി ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫെറമോൺസ്. ഓക്കെ, ഏതെങ്കിലും 2 കെമിക്കൽ ഫെറമോൺസിൻ്റെ പേര് പറയാം. 2 ഹോർമോൺസിൻ്റെ പേര് പറയാം. ഏതൊക്കെയായിരിക്കും ഫെറമോൺസിൻ്റെ പേരുകൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് നമുക്കറിയാം, അതിർത്തിയൊക്കെ മാർക്ക് ചെയ്യുന്ന ഒരു കാട്ടിൽ ചിലപ്പോൾ ഒരു പുലിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പുലി ഈ കാട്ടിലുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും മറ്റുള്ള ആനിമൽസിന്? ഈ പുലി അവിടെ എന്തെങ്കിലും ടെറിട്ടറി മാർക്ക് ചെയ്യും. ഒന്നില്ലെങ്കിൽ അവരെ എന്താ പറയുക ഡിജിറ്റ്സ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരെന്ത് ഫീക്കസ് ഇട്ട് വെക്കുക. ഇത് സ്മെല്ല് ചെയ്ത് വേറെ ആനിമൽസ് വരുമ്പോൾ ആ ആനിമൽസിന് മനസ്സിലാവും ഈ കാട്ടിൽ ഇന്ന പോലെ പുലികളോ അങ്ങനെ ഉണ്ട്. സോ അവരവിടെ അപ്പോൾ ഏതെങ്കിലും 2 എക്സാമ്പിൾസ് പഠിക്കാം. ഒന്ന് ടെറിട്ടോറിയൽ അല്ലെങ്കിൽ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ സെക്സ് ഫെറമോൺസ് ഉണ്ട്, അലാം ഫെറമോൺസ് ഉണ്ട്, ട്രയൽ ഫെറമോൺസ് ഉണ്ട്. ഏതെങ്കിലും 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതും എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കാം. ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് റീസണിങ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചിന്തിച്ച് എഴുതാൻ പറയാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിനെ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസും ഈ ടൈപ്പിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ ആണ് നമുക്ക് എന്ത് ഒരു അണ്ടർലൈൻ സെയിം നേരത്തെ പഠിച്ചോളെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും, വെറുതെ അണ്ടർലൈൻ ഇട്ടു. അപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചേ? ഈ അണ്ടർലൈൻ ഇട്ട് തെറ്റുണ്ട്, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തിരുത്തി എഴുതാം. ഇപ്പോൾ ഇവിടെ 3 സെൻറ്റൻസ് ഞാൻ തന്നിട്ടുണ്ട്, ഞാൻ വായിക്കാം. ദ ഹോർമോൺ തൈമോസിൻ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ റിതമിക് ആക്ടിവിറ്റി ഓഫ് ദി ബോഡി. റിതമിക് ആക്ടിവിറ്റി തൈമോസിനാണോ ചെയ്യുന്നത്? അല്ല. അത് ഏതാണത്? മെലാറ്റോണിൻ. ഇവിടെ തൈമോസിന് ഹോർമോണായിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്ത് തന്നെ എഴുതണം? ഹോർമോണാക്കി തന്നെ എഴുതാം. സോ തൈമോസിനല്ല, അവിടെ ആരാ വരേണ്ടത്? മെലാറ്റോണിനാണ് വരേണ്ടത്. ഇനി 3ാമത്തെ നോക്കിയേ. സി പീനിയൽ ഗ്ലാൻഡ് സെക്രേറ്റ് ഹോർമോൺ തൈമോസിൻ. അവിടെ പീനിയൽ ഗ്ലാൻഡ് ആണ് സെക്രേറ്റ് ചെയ്യുന്നത്? അല്ല, ഇവിടെ സെക്രേറ്റ് ചെയ്യുന്നത് തൈമസ് ആണ്. മാറ്റിയിട്ട് തൈമസ്. അപ്പോൾ ഈ 2 എയും ബിയും തെറ്റാക്കി തന്നിട്ടുണ്ട്, നമ്മൾ തിരുത്തി എഴുതാം. ബി നോക്കിക്കേ,
തൈമോസിൻ ഈസ് ഓൾസോ കോൾഡ് യൂത്ത് ഹോർമോൺ. എന്തുകൊണ്ടാണ് യൂത്ത് ഹോർമോൺ എന്ന് വിളിക്കാൻ കാരണം? അതായത് പ്രായം കൂടുന്തോറും എന്താ പറയുക, നമ്മൾ യങ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യണം, കുറയണമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന പ്രായം ഏകദേശം ഒരു ടീനേജ് പ്രായമാണ്, നിങ്ങൾക്കൊക്കെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു ഏജാണ്. അപ്പോൾ ഈ ഏജിൽ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യുന്നതാണ് ഈ തൈമോസിൻ. അതുകൊണ്ടിട്ട് നമ്മളുടെ യുവത്വം അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂത്ത് ഹോർമോൺ. എന്താ വിളിക്കുക? യൂത്ത് ഹോർമോൺ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് കറക്റ്റ് ബി ആണ്, എയും സിയും തെറ്റാണ്, തിരുത്തി എഴുതുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഫിഗർ കണ്ട് വളരെ പരിചയം ഉണ്ടാവും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ കിഡ്നീൻ്റെ മേളിൽ ഒരു തൊപ്പി വെച്ചിട്ട് ഒരാളിരിപ്പുണ്ട്, ഒരു തൊപ്പിക്കുട്ടനുണ്ട്. ഓക്കെ, ഈ തൊപ്പിക്കുട്ടനെ വിളിക്കുന്ന പേരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഈ ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരെന്താ? അഡ്രീനൽ ഗ്ലാൻഡ്. എന്താ വിളിക്കുക? അഡ്രീനൽ ഗ്ലാൻഡ്. ഈ അഡ്രീനലിന് 2 ലെയർ, നിങ്ങൾ പിക്ചർ ശരിക്കും നോക്കുക. പുറത്തത്തെ ലെയർ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. എന്താ വിളിക്കുക? കോർട്ടെക്സ്. ഉള്ളിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെഡുല്ല. നമ്മൾ ഒറ്റയടിക്ക് നോക്കി കോർട്ടെക്സ് അങ്ങനെ എഴുതരുത്. കറക്റ്റായിട്ട് ലേബിൾ ചെയ്യുന്ന അറ്റം നോക്കുക, എവിടെയാണ് അത് നിർത്തണം നോക്കുക. കറക്റ്റായിട്ട് വേണം നിങ്ങൾ ലേബിൾ ചെയ്യുക. സോ എ എന്തായിരിക്കും? എ ഇസ് മെഡുല്ല, ബി ഇസ് കോർട്ടെക്സ്. അപ്പോൾ എ കിട്ടി. ഇനി ബി നോക്കി. എക്സ്പ്ലെയിൻ ദ ഹോർമോൺ സിന്തസൈസ്ഡ് ബൈ എ. എ ഉണ്ടാക്കുന്ന ഹോർമോൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഹോർമോണിൻ്റെ പേര് നമുക്കറിയാം. എപ്പിനെഫ്രിനും ഉണ്ട്, നോർ എപ്പിനെഫ്രിൻ. ഈ 2 ഹോർമോൺസുകളാണ് മെയിനായിട്ട് എന്ത് ചെയ്യുക? അഡ്രീനൽ മെഡുല്ല എന്ന് റിലീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി അവരെ ഫങ്ഷൻസ് പഠിക്കണം, അവരെ ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടില്ലേ? എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ, ഈ പറയുന്ന എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ സിമ്പത്തറ്റിക് ആക്ടിവേറ്റ് ആവും. ഈ സിമ്പത്തറ്റിക്കിൻ്റെ ഒപ്പം തന്നെ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ആര്? എപ്പിനെഫ്രിൻ ഓർ നോർ എപ്പിനെഫ്രിൻ. സോ ഇവരാണ്, ഈ ഹോർമോൺസ് ആണ് ഏത് സമയത്ത് വർക്ക് ചെയ്യുന്നത്? എമർജൻസി സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ്. നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഐ ഹാവ് അഡ്രിനാലിൻ റഷ് എന്നുള്ള ടേം യൂസ് ചെയ്യും. അഡ്രിനാലിൻ റഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന ആ റിലീസ് ചെയ്യുന്ന ഹോർമോണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പിനെഫ്രിൻ ഓർ നോർ എപ്പിനെഫ്രിൻ. അല്ലെങ്കിൽ അതിൻ്റെ വേറെ ടേമാണ് അഡ്രിനാലിൻ ഓർ നോർ അഡ്രിനാലിൻ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ വാക്ക് പറയുന്നില്ല, നിങ്ങൾ എന്ത് തന്നെ പഠിച്ചാൽ മതി, എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ പട്ടി അടിക്കാൻ ഓടിച്ചിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ബോഡി ആകെ പാനിക്കാവും. ആ സമയത്ത് അതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലേ? ആ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആണ് നമ്മൾ എപ്പിനെഫ്രിൻ ഓർ എപ്പിനെഫ്രിൻ എന്താ റിലീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താ സംഭവിക്കുക? ബ്ലഡ് പ്രഷർ കൂടും, ഹാർട്ട് ബീറ്റ് കൂടും, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ കൂടും, ഇതെല്ലാം സംഭവിക്കും. ക്ലിയർ ആണല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇനിയാണ് നെക്സ്റ്റ് വൺ ആണ് ഓക്സിൻ്റെ ആക്ഷൻ. നമുക്കറിയാം ഓക്സിൻ്റെ ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് പറയുന്നുണ്ട് അല്ലേ? നമുക്കറിയാം ഓക്സിൻ പ്ലാന്റിൻ്റെ ടിപ്പിലുണ്ടാവും. സൂര്യൻ്റെ ഡയറക്ഷൻ നേരെയാണെങ്കിൽ യൂണിഫോം ആയിരിക്കും. ഇനി സൂര്യൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓക്സിൻസ് ഈ സൈഡിലേക്ക് മൂവ് ചെയ്യും. പിന്നെ എന്താ സംഭവിക്കുക? ഷെയ്ഡ്. അപ്പോൾ സൂര്യൻ ഇവിടെ വന്നു, അപ്പോൾ ഇത് പതുക്കെ ബെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ സ്ഥലത്ത് എന്ത് കിട്ടുന്നില്ല? സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ഓക്സിജൻ എന്ത് ചെയ്യും? ഈ ഓക്സിജൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ വളഞ്ഞു വരും. ക്ലിയർ ആണല്ലോ. ആ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഡയറക്റ്റ് പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് 16 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസുഖങ്ങൾ തരും, അത് ഏതാണെന്ന് നിങ്ങളോട് സിംറ്റം എഴുതാൻ പറയും, കോസ് പഠിക്കും. ഇവിടെ നമുക്ക് 2 പിക്ചർ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ഏതാണ് ഈ പിക്ചർ എന്ന് പഠിക്കുക, അതിൻ്റെ ഹോർമോൺ ഏതാണ്, കോസ് ഏതാണെന്ന് പഠിക്കുക. ഫസ്റ്റ് പിക്ചർ ഏതാണ് നമുക്കറിയാം, ഏതാണ് ഫസ്റ്റ് തന്നെയാണ് നമുക്കറിയാം, ഡോർഫിസം. എന്താ വിളിക്കുക? ഡോർഫിസം. രണ്ടാമത്തെ അസുഖത്തിന് വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. എന്താ വിളിക്കുക? അക്രോമെഗാലി. ഈ 2 അസുഖം എന്ത് സംബന്ധമായിട്ടുള്ള ഹോർമോണിലാണ് വരുന്നത്? ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് ശ്രദ്ധിച്ചോ, ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. നമുക്കറിയാം നമ്മൾ വളരേണ്ട പ്രായത്ത് റിലീസ്, അതായത് ഗ്രോത്ത് ഫേസിൻ്റെ സമയത്ത് റിലീസ് ചെയ്യേണ്ട ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ഈ ഹോർമോൺ വളരേണ്ട പ്രായത്ത് റിലീസ് ചെയ്തില്ലെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡോർഫിസം. എന്താ വിളിക്കുക? ഡോർഫിസം. ഇനി നമുക്കൊരു 24-25 ഏജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ബോഡിയിലെ ഗ്രോത്ത് ഓൾമോസ്റ്റ് അതായിരിക്കും. ഇത് കഴിഞ്ഞ്, അതായത് നോർമൽ ഗ്രോത്ത് കഴിഞ്ഞിട്ടും വീണ്ടും നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? അക്രോമെഗാലി. എന്താ വിളിക്കുക? അക്രോമെഗാലി. അപ്പോൾ ഇയാളുടെ കൈയും താടിയും പാമൊക്കെ ഭയങ്കര നീട്ടുമായിരിക്കും. സോ വിച്ച് ആർ ദ 2 കണ്ടീഷൻസ് ഏതൊക്കെയാണ്? 1 ഡോർഫിസം, 2 അക്രോമെഗാലി. അതിൻ്റെ ഡിസീസിൻ്റെ പേര് എഴുതണം,
ഹോർമോണിൻ്റെ പേര് എഴുതണം, അതിൻ്റെ കാരണങ്ങൾ എഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ഫംഗ്ഷനിൽ തൊട്ട് ബാക്കിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് ഗ്രോത്ത് ഹോർമോണെ കുറിച്ചിട്ട്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഡയഗ്രാം വെച്ചിട്ടും വേണമെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ബയോളജി പഠിക്കാൻ സിമ്പിളാണ്, പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ മാർക്ക് വരാം. പഠിച്ച രീതിയിൽ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ടൊക്കെ നോക്കുക. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ഒരു പാറ്റേണിൽ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ഡിസീസ് വന്നിട്ടുണ്ട്, ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റീസ് നമുക്കറിയാം അല്ലേ, നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. നാച്ചുറലി എന്താ, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ വന്നിട്ട് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കലല്ലേ ചെയ്യുക. പക്ഷേ ഡയബറ്റിസ് മെലിറ്റസ് നമ്മൾ FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന് ഏകദേശം 140 അടുത്ത ലെവലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ വർക്ക് ചെയ്യൂല പിന്നെ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തിൻ്റെ അളവ് കൂടും, ഡ്രമാറ്റിക്കലി എന്താ പറയുക, ഭയങ്കരമായിട്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. സോ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഈ ഒരു റേഞ്ച് നോക്കാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസിൻ്റെ കാരണം ഇതാ, ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. എത്ര കഴിയുമ്പോൾ FBSന് മേലെ 140 മേലെ വന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഡയബറ്റിസ് മെലിറ്റസ്. ക്ലിയർ ആണല്ലോ മക്കളെ. നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒരു ഇൻഡിക്കേറ്റർ, ഒരു ക്ലൂ നിങ്ങളെ ബോക്സിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ക്ലൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ ക്ലൂ നമുക്ക് ബേസ് ചെയ്തിട്ട് അത് ഏത് ഹോർമോൺ ആണ്, അതിൻ്റെ ഫംഗ്ഷൻ ഏതൊക്കെ എന്ന് ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് നോക്കിയാൽ ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ഓഫ് ഡെവലപ്മെൻറ്റ്. ശ്രദ്ധിക്കുക, ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് വളരുന്ന പ്രായത്തിൽ ആ കുഞ്ഞിന് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ബുദ്ധി വളർച്ചയൊക്കെ മസ്റ്റായിട്ട് വേണം. ആ സമയത്ത് വേണ്ട ഒരു ഹോർമോണിൻ്റെ പേര് ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക, തൈറോക്സിൻ. അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത്, തൈറോക്സിൻ. ഈ തൈറോയ്ഡ് ഹോർമോണാണ് ഇവിടെ ഈ ഇൻഡിക്കേറ്ററിൽ പറഞ്ഞേക്കണേ. സോ വിച്ച് ഹോർമോൺ ഇൻഡിക്കേറ്റിംഗ്സ് അബൌട്ട് തൈറോക്സിൻ. തൈറോക്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത്. ഗ്ലാൻഡിൻ്റെ പേരെങ്കിൽ പഠിച്ചോ, ഏത് ഗ്ലാൻഡാണ്, നമ്മളെ തൈറോയ്ഡ് ഗ്ലാൻഡ്. ക്ലിയർ ആണല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് വേണ്ട ഒരു ഹോർമോണാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ADH. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഇതാണ് ADH എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഓക്കെ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വാക്ക് ആദ്യം പഠിക്കുക. നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഡയൂററ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂറിനിലൂടെ എന്ത് പോകാൻ പാടില്ല, വെള്ളം പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ വെള്ളം പോകുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഡയൂറിസിസ്. ഡയൂറിസിസ്. ഇനി അത് പ്രിവെന്റ് ചെയ്യുന്ന ഹോർമോണെ വിളിക്കുന്ന പേരാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, അയാളുടെ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വിച്ച് പാർട്ട് ഓഫ് ADH ഇസ് സ്റ്റോർഡ്. ഏത് പാർട്ട് ആയിരിക്കും, നമുക്കറിയാം പോസ്റ്റീരിയർ. ഇത് ഉണ്ടാക്കുന്ന ആൾ നമ്മൾ ഹൈപ്പോതലാമസ് ആണ്, പക്ഷെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കും, പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. എവിടെയായിരിക്കും, പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇനിയാണ് ഇവരുടെ ആക്ഷൻ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻ പഠിക്കാൻ നേരത്ത് നമ്മൾ 2 കാര്യങ്ങൾ മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്കറിയാം മഴക്കാലത്ത്, അതായത് നമുക്കറിയാം നല്ലൊരു സമ്മർ സീസണിന്റെ സമയത്ത് നമ്മുടെ ബോഡിന്റെ കണ്ടീഷൻ എന്താ, നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും എത്ര ഇതാക്കി നമ്മുടെ ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് കൂടുതൽ വേണ്ട ടൈമാണ്. അപ്പോൾ സമ്മറിൽ ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ യൂറിൻ്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കും, അല്ലെ, എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് യൂറിൻ കുറച്ചേ പോകുള്ളൂ. അപ്പോൾ യൂറിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഈ സമയത്ത് വെള്ളം നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, വേർപ്പായിട്ടും അല്ലെങ്കിൽ സ്വെറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നുണ്ട്, കുറേ യൂറിനിലൂടെ കുറച്ച് എമൗണ്ട് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒന്നാമത് നമ്മുടെ ബോഡിയിൽ വെള്ളമില്ലാത്ത കണ്ടീഷനാണ് സമ്മർ സീസണിൽ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മർ സീസണിൽ ADHൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മർ സീസണിൽ ADHൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ വെള്ളത്തിനെ തിരിച്ച് വലിച്ചെടുക്കണം, ബോഡി യൂറിനിലൂടെ കൂടെ പോകുന്ന വെള്ളത്തിനൊക്കെ തിരിച്ച് വലിച്ചെടുക്കണം. അപ്പോൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റീഅബ്സോർപ്ഷൻ. എന്താ വിളിക്കുക, റീഅബ്സോർപ്ഷൻ. ഈ റീഅബ്സോർപ്ഷൻ ആര് നടത്തും, കിഡ്നി ഏറ്റെടുക്കും. അപ്പോൾ ADHൻ്റെ അളവ് കൂടുന്നു, റീഅബ്സോർപ്ഷൻ്റെ അളവ് കൂട്ടുന്നു, യൂറിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, കുറക്കുന്നു. മനസ്സിലായ? ഇങ്ങനെയാണ് സമ്മർ സീസണിൽ യൂറിൻ പ്രൊഡക്ഷൻ കുറയാനുള്ള റീസൺ. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, വിൻ്ററിൽ. നമുക്കറിയാം മഴക്കാലം എടുക്കും, വിൻ്ററിൽ നല്ല മഴക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ എന്താ ഭയങ്കര തണുപ്പ്, ബോഡി മൊത്തം തണുപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് കൂടുതലാണ്, വാട്ടറിൻ്റെ അളവ് എക്സസ് ആണ്, വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള വെള്ളത്തിന് നമുക്ക് എന്ത് ചെയ്യാം, യൂറിനിലൂടെ കളയണം. യൂറിനിലൂടെ നമുക്ക് എന്താ പറയുക,
ഈ തണുപ്പുള്ള ടൈമിലൊക്കെ നമ്മൾ യൂറിൻ്റെ കളർ വൈറ്റ് ആയിരിക്കും, മീൻസ് ട്രാൻസ്പെറൻറ്റ് കളറാണ്, ധാരാളം വെള്ളം പോകുന്നതായി കൂടി. അപ്പോൾ എക്സസ് ആയിട്ടുള്ള വെള്ളം യൂറിനിലൂടെ പോകുമ്പോൾ യൂറിൻ പ്രൊഡക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ യൂറിൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമുക്കിനി വെള്ളത്തിനെ വലിച്ചെടുക്കണോ, കിഡ്നി വലിച്ചെടുക്കണോ, വേണ്ട, എക്സസ് ആണ്, നമ്മുടെ ബോഡിയിൽ വെള്ളം ധാരാളം കൂടുതലാണ്. അപ്പോൾ ADHൻ്റെ അളവ് കുറവായിരിക്കും. ADHൻ്റെ അളവ് കുറവാണെങ്കിൽ കിഡ്നി വലിച്ചെടുക്കോ ഇല്ല, കിഡ്നി റീഅബ്സോർബ് ചെയ്യൂല, നേരെ അത് യൂറിനിലൂടെ പാസ്സാവും. സോ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സമ്മർ സീസണിലും വിൻ്റർ സീസണിലും ADHൻ്റെ റോൾ എന്താ. അപ്പോൾ നിങ്ങൾ പറയാ സമ്മർ സീസണിൽ വാട്ടറിൻ്റെ അളവ് കുറവായിരിക്കും, ദാറ്റ് ഈസ് എന്താ പറയുക, നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റ്, പിന്നെ ഹീറ്റിലൂടെ വെള്ളം പോകുന്നുണ്ട്, ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ട്. ആ ടേമാണ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ യൂറിനിലൂടെ പോകുന്ന വെള്ളത്തിനെ മിനിമൽ ആക്കാൻ വേണ്ടി ADHൻ്റെ അളവ് കൂട്ടുന്നു, കിഡ്നീൻ്റെ റീഅബ്സോർപ്ഷൻ കൂട്ടുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് പറയാം, റെയിനി സീസൺ വിൻ്റർ സീസണിൻ്റെ സമയത്താണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, റെയിനി സീസണിൻ്റെ സമയത്ത് ADHൻ്റെ അളവ് കുറയുന്നു. കാരണം എന്താ, നമ്മുടെ ബോഡിയിൽ ധാരാളം വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്, അതുകൊണ്ടിട്ട് ADHൻ്റെ അളവ് കുറയുന്നു. കിഡ്നി വലിച്ചെടുക്കണോ, വേണ്ട, അപ്പോൾ ആ വെള്ളം നേരെ യൂറിനിലൂടെ പാസ് ഔട്ട് ചെയ്യും. ഇത് റിലേറ്റഡ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ നമുക്ക് താഴത്ത് വരുന്നുണ്ട്. സോ നമുക്ക് അവിടെയൊക്കെ ഈ സെയിം ആൻസർ തന്നെയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ പറയാം, ഏത് ഗ്ലാൻഡാണ്, ഗ്ലാൻഡിൻ്റെ പേര് പറയാം. ഉണ്ടാക്കുന്ന ഹോർമോൺ ഹൈപ്പോതാലാമസ് ആണ്. അത് സെക്രീറ്റ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും എവിടെയായിരിക്കും, പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. ഓക്കെ ആണല്ലോ. ഇനിയാണ് ഹൈപ്പോതലാമിസ് എന്താ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഹൈപ്പോതലാമിസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മളുടെ എന്താ പറയുക, മാസ്റ്റർ കൺട്രോളറിനെ വിളിക്കുക. കാരണം ഈ ഹൈപ്പോതലാമിസ് ആണ് ഒട്ടുമിക്ക എല്ലാ ഹോർമോൺസിനും സിന്തസൈസ് ചെയ്യുന്നത്. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിറ്റ്യൂട്ടറിയിലാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന ആൾ ഇയാളാണ്, പക്ഷെ ഇയാളുടെ കയ്യിലാണ് ബാക്കിയുള്ള ഗ്ലാൻഡിന്റെ കൺട്രോളിങ് എല്ലാം ആരുടെ കയ്യിലാണ്, ഹൈപ്പോതലാമിസ് ആണ്. അതുകൊണ്ട് ഹൈപ്പോതലാമിസിനെ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ കൺട്രോളർ. ക്ലിയർ ആണല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് ചെയ്ത. പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഡെയിലി ആക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏത് ഗ്ലാൻഡ്, പീനിയലാണ്. ഹോർമോണിന്റെ പേരെന്താ, മെലാറ്റോണിൻ. ക്ലിയർ ആണല്ലോ മക്കൾ. ഇതൊക്കെ നമുക്ക് ഇനി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. 22ാമത്തെ മാച്ച് ദ ഫോളോയിങ്. കിഡ്നീൻ്റെ മേളിൽ ഒരാളുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരത്, അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ, എപ്പിനെഫ്രിൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലാരിങ്സ്, സൗണ്ട് ബോക്സ്. ലാരിങ്സ് പറഞ്ഞാൽ സൗണ്ട് ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ സൗണ്ട് ബോക്സിൻ്റെ അടുത്ത് കാണുന്ന ആരാ, നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് കാൽസിറ്റോണിൻ. പിന്നെ ബ്രെയിനിൻ്റെ അവിടെ ഇരിക്കുന്ന ഹോർമോൺ ഏതാ, ഗ്ലാൻഡ് ഏതാ, ഹൈപ്പോതലാമിസ് ആണ്. സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് ഓക്സിറ്റോക്സിൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, സ്കോർ ചെയ്ത് പോകാൻ പറ്റും. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു പാറ്റേൺ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ 2 ആൾക്കാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇൻസുലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലൂക്കഗനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറക്കുന്ന ആളാണ് ആര്, ഇൻസുലിൻ. ഗ്ലൂക്കോസിന്റെ അളവിനെ കൂട്ടുന്ന ആളാണ് ആര്, ഗ്ലൈക്കോജൻ. അപ്പോൾ നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഫോർ എക്സാമ്പിൾ എടുക്കാം. ഗ്ലൂക്കോസിനെ എന്താക്കി കൺവേർട്ട് ചെയ്തു, ഗ്ലൈക്കോജൻ. ഇത് നടക്കുന്നത് ലിവറിലാണ്. ഇവിടെ വെച്ചിട്ടാണ് നടക്കുക, ലിവറിൽ. അപ്പോൾ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നതാണ്, ഗ്ലൈക്കോജനായിട്ട് ഈ ലിവറിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കണേ. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ഈ പറയുന്ന ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റി, ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്യണല്ലേ. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് നിങ്ങൾ പഠിക്കുക. ദാറ്റ് ഈസ്, ഗ്ലൂക്കോസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണല്ലേ. അപ്പോൾ അവിടെ ചെയ്യുന്ന ഹോർമോൺ ആയിരിക്കും ഇൻസുലിൻ. ക്ലിയർ ആണല്ലോ. ഇനി ഗ്ലൈക്കോജൻ നമ്മൾ മനുഷ്യൻ്റെ ബോഡിയിൽ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോമിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോജൻ. ഇനി ധാരാളം, കാരണം എപ്പോഴായിരിക്കും ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക, നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ ഇൻസുലിൻ വന്നിട്ട് ആ ബ്ലഡിൽ നിന്നുള്ള എല്ലാ കാൽസ്യത്തിനും എവിടെ കൊണ്ടുപോയി കൊടുക്കും, കൊടുക്കും. ലിവർ അത് എടുത്ത് സൂക്ഷിച്ച് വെക്കും. എന്തിൻ്റെ ഫോർമാറ്റായിട്ട്, ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ക്ലിയർ ആണല്ലോ. ഇനി ഗ്ലൈക്കോജനെ പൊട്ടിച്ചിട്ട് വീണ്ടും ഗ്ലൂക്കോസ് ആക്കി. അത് എപ്പോഴായിരിക്കും, നമ്മളെ ബ്ലഡിൽ എന്തിൻ്റെ അളവ് കുറയുമ്പോൾ, ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. ഏത്, ഗ്ലൈക്കോജൻ എന്താക്കി മാറ്റണം, ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആര്, ഗ്ലൈക്കോജൻ. ആരാണ്, ഗ്ലൈക്കോജൻ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. ഐഡന്റിഫൈ ദ എക്സ് ആൻഡ് വൈ ഹോർമോൺ. ഇൻസുലിൻ ആണ്, മറ്റേത് നമ്മുടെ ഗ്ലൈക്കോജൻ ആണ്, ഗ്ലൂക്കഗൻ ആണ്. പിന്നെ നെയിം ദ ഗ്ലാൻഡ് വിച്ച് പ്രൊഡ്യൂസ് ദീസ് ഹോർമോൺ. ഏതാ ഈ 2 ഗ്ലാൻഡ് ഏത് ഗ്ലാൻഡാ, ദാറ്റ് ഈസ് പാൻക്രിയാസ്. ഓക്കെ. ഇനി റൈറ്റ് ദി അനദർ ഫങ്ഷൻ ഓഫ് വൈ ഇൻ റെഗുലേറ്റിംഗ് ദി ലെവൽ ഓഫ് ഗ്ലൂക്കോസ്. വൈ ആരാ, വൈ ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ അല്ല, ഗ്ലൂക്കോജൻ. എപ്പോഴും മാറിപ്പോവും, നിങ്ങൾ ശ്രദ്ധിക്കുക. ഗ്ലൈക്കോജൻ അത് ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യുന്ന ഫോമാണ്. പിന്നെ ഗ്ലൂക്കഗൺ ആണ് നമ്മളുടെ പാൻക്രിയാസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺ. ഇയാളുടെ റോൾ എന്താ, ഗ്ലൂക്കഗന്റെ റോളാണ്. വേറെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസിന്റെ ലെവലിന് എന്ത് ചെയ്യുക, കൂട്ടുക.
ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? ഗ്ലൂക്കോഗൺ. ഓക്കെ ആണല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് എന്തായാലും ചോദിക്കും, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇനി ഇതേ പാറ്റേണിൽ തന്നെ വേറെ രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കാൽസ്യത്തിന്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്ന 2 ഗ്ലാൻഡ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ഗ്ലാൻഡ്? നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. തൈറോയ്ഡ് ഗ്ലാൻഡും പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഈ 2 TG എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് നമ്മളുടെ ഏത് PG. ഈ 2 ആൾ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഒരാൾ റിലീസ് ചെയ്യുന്നതാണ് കാൽസിറ്റോണിൻ, മറ്റാൾ റിലീസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് പാരാത്തോർമോൺ. എന്താ വിളിക്കുക? പാരാത്തോർമോൺ. കാൽസിറ്റോണിന്റെ റോൾ എന്താണെന്ന് അറിയോ? കാൽസ്യത്തിന്റെ അളവിന് എന്ത് ചെയ്യുക? കുറക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ അപ്പം എന്ത് കൂടുതലായിരിക്കും? കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ കുറക്കുന്ന ഹോർമോണാണ് ആര്? കാൽസിറ്റോണിൻ. ഇനി ഒത്തിരി കുറയാനും പാടില്ല, നമുക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ, കാൽസ്യത്തിന്റെ അളവിനെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് പാരാത്തോർമോൺ. ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നിട്ട് വേണം ഇത് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഈ ആരോ മാർക്ക് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം എക്സ് തന്നെ നോക്കാം. ഓക്കെ, എക്സിൽ നോക്കാം. കാൽസ്യത്തില് ബോൺസിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണ്, ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് എന്താ? കുറവാണ്. ഇവിടെ കൂടുതൽ, കുറവ്. അപ്പോൾ ബോൺസിൽ എന്താ? നമുക്കറിയാം നമ്മളെ ടീത്ത് ബോൺസിലൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടൊരു എലമെന്റ് ആണ് കാൽസ്യം. ഈ കാൽസ്യത്തിന് അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ബോൺസിൽ ധാരാളം എന്തുണ്ട്? കാൽസ്യം ഉണ്ട്. ഈ കാൽസ്യത്തിന് ആർക്ക് കൊടുത്തു? ബ്ലഡിലേക്ക് കൊടുത്തു. അപ്പൊ ബ്ലഡിൽ എന്ത് കണ്ടീഷൻ ആയിരുന്നു? അളവ് കുറവല്ലേ? ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറവായതുകൊണ്ട് ഇവിടെ ഏത് ഹോർമോൺ ആയിരിക്കും അതിനെ ഹെൽപ്പ് ചെയ്തത്? ബോൺസിന്ന് നേരെ എല്ലാ കാൽസ്യത്തിനും ആർക്ക് കൊടുത്തു? നമ്മളെ ബ്ലഡിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന എക്സോ ഹോർമോൺ ആരായിരിക്കും എന്ന് പറഞ്ഞേ? ബോൺസിലാണെങ്കിൽ ബോൺസിന്നാണ് എടുത്തു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരായിരിക്കും. അപ്പോൾ ബ്ലഡിൽ എന്ത് കൂട്ടണാണ്? കാൽസ്യത്തിന്റെ അളവ് കൂട്ടണല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഹോർമോൺ ആയിരിക്കും എന്ത്? പാരാത്തോർമോൺ. എന്താ വിളിക്കുക? പാരാത്തോർമോൺ. കാരണം ബ്ലഡിൽ കുറവാണ് കാൽസ്യം. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? കാൽസ്യത്തിന്റെ അളവ് ബ്ലഡിൽ എന്ത് ചെയ്യണാണ്? കൂട്ടണല്ലേ? സോ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് ശ്രദ്ധിക്കുക, പാരാത്തോർമോൺ. എന്താ വിളിക്കുക? പാരാത്തോർമോൺ. ഇനി ഓപ്പോസിറ്റ് നോക്കിയേ. ആരോ മാർക്ക് ഇങ്ങോട്ടാണ് കൊടുത്തേക്കണത്, ഇങ്ങോട്ടാണ് ആരോ മാർക്ക് കൊടുത്തേക്കണത്. അപ്പോൾ ബ്ലഡിൽ എന്ത് കുറവാണ്? കാൽസ്യത്തിന്റെ അളവ് കുറവാണ്, കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണ്. അപ്പോൾ കൂടിയ ബ്ലഡിൽ കാൽസ്യം നേരെ ആർക്ക് തിരിച്ചു കൊടുക്കണതാണ്? ബോൺസിന് കൊടുക്കണതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ Y എന്ന് പറയുന്ന ഹോർമോൺ ആരായിരിക്കും? ദാറ്റ് ഈസ് ആരായിരിക്കും? കാൽസിറ്റോണിൻ. എന്താ വിളിക്കുക? കാൽസിറ്റോണിൻ. മക്കളെ കൺഫ്യൂഷൻ വരരുത്, സാർ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. ഇവിടെ നോക്കാം, ആരോ മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ബോൺസിൽ കാൽസ്യത്തിന്റെ അളവ് ഫസ്റ്റ് കണ്ടീഷനാണ്. ബോൺസിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണ്, ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറവാണ്. അപ്പോൾ കൂട്ടണല്ലേ? ബോൺസിൽ നിന്ന് എടുത്തിട്ട് ബ്ലഡിലേക്ക് കൂട്ടണല്ലേ ചെയ്യണേ? അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഹോർമോൺ ഏതായിരിക്കും? പാരാത്തോർമോൺ. എന്താ വിളിക്കുക? പാരാത്തോർമോൺ. അപ്പൊ കാൽസ്യം ബ്ലഡിൽ കൂടി. ഇനി നേരെ തിരിച്ചു നോക്കിയേ, ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. നമുക്കിനി കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാൽസ്യത്തിന് ആർക്ക് കൊടുക്കും? ബോൺസിന് കൊടുക്കും. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് എന്തായിരിക്കും? ആ ഹോർമോണിന്റെ പേരാണ് കാൽസിറ്റോണിൻ. എന്താ വിളിക്കുക? കാൽസിറ്റോണിൻ. ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിക്കുക, നല്ല രീതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം, എക്സ് എന്ന് പറയുന്ന ഹോർമോണിന്റെ പേരാണ് പാരാത്തോർമോൺ, Y ആണെങ്കിൽ കാൽസിറ്റോണിൻ. നെയിം ദ ഹോർമോൺ, ഇൻഡിക്കേറ്റ് എക്സ്. നെയിം വിച്ച് ഗ്ലാൻഡ്, അത് നമ്മൾ പറഞ്ഞ എക്സ് പാരാത്തോർമോൺ. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് എക്സ് ഹോർമോൺ? ഏതാ എക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ഗ്ലാൻഡാ? പാരാതൈറോയിഡ്. ഇനി വാട്ട് ഈസ് ദ അനദർ ആക്ടിവിറ്റി എക്സ് ടു റേസ് ദി ലെവൽ ഓഫ് കാൽസ്യം? അതായത് എക്സ് പാരാത്തോർമോൺ അല്ലേ കൂട്ടണേ? നമ്മൾ ബോൺസ് മാത്രമല്ല, വേറെ 2 ഓർഗൻ ഉണ്ട്. ആരൊക്കെയാണ്? കിഡ്നി പറയാ. കിഡ്നി എന്ത് ചെയ്യുന്ന അറിയോ? കിഡ്നിയിലുള്ള എല്ലാ കാൽസ്യത്തിനെ റീഅബ്സോർബ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? ബ്ലഡിന് കൊടുക്കും. പിന്നെ കിഡ്നി കൂടാതെ നമ്മുടെ ബോഡിയിൽ ഇൻഡസ്റ്റൈൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോൺസ് മാത്രമല്ല, കാൽസ്യത്തിൻ്റെ അളവിന് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? കിഡ്നിയും ഉണ്ട്, നമ്മളെ ഇൻഡസ്റ്റൈനും ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം നമ്മൾ ആ ചാർട്ടിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, ആ ചാർട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫോർമാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാവും. നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ അത് മര്യാദ പഠിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ. നമ്മൾക്കിനി നെക്സ്റ്റ് 25 നോക്കാം. സെയിം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും.
ദാറ്റ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഏത് ഹോർമോണാണ് വരിക? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമുക്ക് നോക്കാം. പിറ്റ്യൂട്ടറിയിൽ റിലീസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് എന്ത്? പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ആണ് നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മിൽക്കിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓവറി, ദാറ്റ് ഈസ് നമ്മളുടെ ഗൊണാഡ്സ് ആണ്. ഗൊണാഡ്സ് മീൻസ് സെക്സ് ഓർഗൻസ് ആണ്. ഈ രണ്ടുപേരും സെക്സ് ഓർഗൻസ് ആണ്. അപ്പോൾ ഓവറി നമുക്കറിയാം ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. സോ അതിൽ റിലീസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് പ്രൊജസ്ട്രോൺ. സോ അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇംപ്ലാന്റ് എംബ്രിയോ. ഇനി ടെസ്റ്റിസിനാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ സ്പേമിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഗ്ലാൻഡുകളെ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 ഗ്ലാൻഡ് ഉണ്ടാവും. ഇനി ഗ്ലാൻഡ് അല്ലാതെ നമ്മുടെ ബോഡിയിൽ കുറച്ച് ടിഷ്യൂസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അപ്പർ പാർട്ടിൽ കുറച്ച് ടിഷ്യൂസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിവറിൻ്റെ ടിഷ്യൂസ് ഉണ്ട്. ലിവറിൻ്റെ ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് അഡിപ്പോസ് ടിഷ്യൂ. എന്താ വിളിക്കുക? അഡിപ്പോസ് സെൽസിലെ ടിഷ്യൂസ്. വാട്ട് ഈസ് അഡിപ്പോസ്? ഫാറ്റിൽ കൊഴുപ്പ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് അഡിപ്പോസ് ടിഷ്യൂസ്. അപ്പോൾ ഇവർ ടിഷ്യൂസ് ആണ് ഇവർ. നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസിലാണ്. ഗ്ലാൻഡ് അല്ലാതെ സർട്ടൺ ടിഷ്യൂസ് എന്ത് റിലീസ് ചെയ്യും? ഹോർമോൺസ്. എക്സാമ്പിൾസ് പഠിക്കുക. ആ ഹോർമോണെ പേരാണ് 1 ഗ്രലിൻ, 2 ലെപ്റ്റിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് വിശക്കൂല. ഇപ്പോൾ നമ്മൾ നല്ല വിശപ്പുള്ള സമയത്ത് നമുക്ക് ബോഡിയിൽ ഭയങ്കര വിശപ്പ്. അപ്പോൾ വിശപ്പിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ആര്? ഗ്രലിൻ. അത് റിലീസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അപ്പർ പാർട്ടിൽ നിന്നാണ്. ഇനി ലെപ്റ്റിൻ വിശപ്പില്ലായ്മ, നമുക്ക് എന്താ പറയുക, വിശക്കുന്നില്ല. അപ്പോൾ നമുക്ക് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ വിശപ്പില്ലായ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് ആര്? ഹോർമോണാണ് ലെപ്റ്റിൻ. ഈ 2 പേരും അതിൻ്റെ ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും പഠിക്കുക. സോ ലെപ്റ്റിൻ ലെപ്റ്റിൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, വിശപ്പില്ലാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ്. പിന്നെ ഗ്രലിൻ ഈസ് ഓൾസോ നോൺ ആസ് ഹങ്കർ ഹോർമോൺ. പഠിക്കുക. വിശപ്പ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്രലിൻ. ഇവർ ഗ്ലാൻഡിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? അല്ല, അവർ റിലീസ് ചെയ്യുന്നത് അവിടെ നിന്നാണ് സർട്ടൻ ടിഷ്യൂസ്. ഏതൊക്കെയാണ് ആ സർട്ടൻ ടിഷ്യൂസ്? ഗ്രലിൻ റിലീസ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? അപ്പർ പാർട്ട് ഓഫ് സ്റ്റൊമക്ക് ആണെങ്കിൽ നമ്മൾ അഡിപ്പോസ് ടിഷ്യൂസിൽ നിന്നാണ് ആദ്യം റിലീസ് ചെയ്യുന്നത്? ലെപ്റ്റിൻ. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഗ്ലാൻഡാണ് നമുക്കറിയാം പാൻക്രിയാസ്. ഓക്കെ, ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ പോലെ ഒരു എലൻ്റെ ഷേപ്പിൽ കാണുന്ന ഒരു ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരാണ് ആര്? പാൻക്രിയാസ്. ഈ പാൻക്രിയാസിന് ഒരു സ്വഭാവം ഉണ്ട്. നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠിച്ചു നോക്കട്ടെ. ഈ ആള് എക്സോക്രൈനായിട്ട് ആക്ട് ചെയ്യും, അതേപോലെ തന്നെ എൻഡോക്രൈനായിട്ട് ആക്ട് ചെയ്യും. എക്സോക്രൈൻ നമ്മൾ 9th പഠിച്ചിട്ടുണ്ടാവും. പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടിയാണ് ആ ജ്യൂസ് പാസ് ചെയ്യണത്. എന്നിട്ട് നേരെ ഇൻറ്റസ്റ്റൈനിലേക്ക് റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവർ എന്തെന്ന് വിളിക്കുന്നത്? എക്സോക്രൈൻ. കാരണം ഇവർക്ക് എന്തുണ്ട്? ഡക്റ്റ് ഉണ്ട്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസൊക്കെ പാസ് ചെയ്യുന്നത് ഡക്റ്റിലൂടെയാണ്. എൻഡോക്രൈൻ എന്തല്ല, അവർ ഡക്റ്റ് ഒന്നുമില്ല, അവർ ഡയറക്റ്റ് ഹോർമോൺ റിലീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ പഠിക്കുക. ഈ പാൻക്രിയാസിൽ കാണുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐലറ്റ്സ് ഓഫ് ലാൻഹറൻസ്. ഇത് 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. ആൽഫ എന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് എന്ത്? ഗ്ലൂക്കഗൺ. ബീറ്റ എന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ. ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടുന്ന ആളാണ് ആര്? കൂട്ടുന്ന ആളെ പേരാണ് എന്ത്? ഗ്ലൂക്കഗൺ. കുറക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഇൻസുലിൻ. ഈ ഒരു ചാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഐഡന്റിഫൈ ദ ഗ്ലാൻഡ്. ഏതാ? പാൻക്രിയാസ്. വാട്ട് ഇസ് ദ നോർമൽ റേഞ്ച്? അത് പഠിക്കാട്ടോ. 70 to 100 mg. ഓക്കെ, ഈ ലെവലാണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ. ഇത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ നോർമൽ ലെവൽ എത്രയാണ്? 70 to 100. അങ്ങനെയാണെങ്കിൽ ഹൗ ഡസ് ദിസ് ഗ്ലാൻഡ് റെഗുലേറ്റ് വിത്തൗട്ട് ഫോളോയിങ് നോർമൽ ലെവൽ? നമുക്കത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ടില്ലേ? ഒരു ചാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ് ആ ചാർട്ട്? ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്? 70 to 100 ആണ്. ഇനി ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ത് ചെയ്തു? കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറക്കണ്ടേ? നിങ്ങൾ പിക്ചർ നോക്കാം. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡിൽ എന്തിൻ്റെ അളവ് കൂടാൻ പാടില്ല? ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാൻ പാടില്ല. അപ്പം തന്നെ ആര് വർക്ക് ചെയ്യും? നമ്മൾ ബീറ്റാ സെൽസ്. ശ്രദ്ധിക്കുക, ബീറ്റാ സെൽസ് എന്തിനെ റിലീസ് ചെയ്യും? ഇൻസുലിനെ റിലീസ് ചെയ്യും. എന്തിനെ റിലീസ് ചെയ്യും? ഇൻസുലിൻ. ഈ ഇൻസുലിൻ എന്താ ചെയ്യണം നോക്കിയേ? ഗ്ലൂക്കോസിനെ എന്താക്കി സ്റ്റോർ ചെയ്യും? ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് ലിവറിൻ്റെ ഉള്ളിൽ വെക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞില്ലേ? അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് ഡിക്രീസായി. മനസ്സിലായ? ഒരു പ്രാവശ്യം കൂടി പറയാം. നോർമൽ ലെവലിൽ കൂടി, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി. അപ്പം തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി ആര് വന്നു? ബീറ്റാ സെൽസ് വന്നു. ബീറ്റാ സെൽസ് ആരിറക്കി? ഇൻസുലിൻ ഇറക്കി. ഈ ഇൻസുലിൻ എന്താ ചെയ്യണം നോക്കിയേ? ഗ്ലൂക്കോസിന്, ധാരാളം ഗ്ലൂക്കോസ് ഇല്ല, ആ ഗ്ലൂക്കോസിനെ എടുത്ത് വെക്കണതാണ്, മാറ്റി വെക്കണതാണ്. കാരണം ഗ്ലൂക്കോസ് കുറേ ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ എന്താക്കി സ്റ്റോർ ചെയ്ത് വെച്ചു? ഗ്ലൈക്കോജനായിട്ട് ലിവറിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് എവിടെ കുറഞ്ഞു? ബ്ലഡിൽ കുറഞ്ഞു. പക്ഷെ കുറയാനും പാടില്ല. കുറയുമ്പോൾ ആരാക്റ്റീവാവും? ആൽഫ സെൽസ് ആരിറക്കും? നമ്മളെ ഇൻസുലിൻ ഇറക്കും. ആൽഫ സെൽസ് നമ്മളെ ഗ്ലൂക്കഗൺ ഇറക്കും. ഈ ഗ്ലൂക്കഗൺ എന്താ ചെയ്യുക? നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൈക്കോജനെ പൊട്ടിച്ചിട്ട് എന്ത് റിലീസ് ചെയ്തു? ഗ്ലൂക്കോസ് ആക്കി മാറ്റും.
ക്ലിയർ ആണോ? അപ്പോഴാണ് ബ്ലഡിൽ എന്തിൻ്റെ അളവ് വീണ്ടും കൂടുന്നത്? ഗ്ലൂക്കോസിൻ്റെ അളവ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രാവശ്യം കൂടി പറയാം. 70 ആണ് നോർമൽ. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ബീറ്റാ സെൽസ് വരും. ഈ ബീറ്റാ സെൽസ് ആരിറക്കും? ഇൻസുലിൻ ഇറക്കും. ഇൻസുലിൻ എന്താ ചെയ്യുക? ബ്ലഡിലുള്ള എല്ലാ ഗ്ലൂക്കോസിനെയും ലിവറിൽ എന്ത് ഫോമായിട്ട് സൂക്ഷിക്കും? ദാറ്റ് ഈസ് ഗ്ലൈക്കോജനായിട്ട് സൂക്ഷിക്കും. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ അവിടെ ഒരു എക്സ് എന്ന് പഠിച്ചില്ലേ? ആ എക്സ് ഹോർമോൺ ആണ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ റോൾ എന്താ? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ ബ്ലഡിൽ എന്തിൻ്റെ അളവ് കുറഞ്ഞു? ഗ്ലൂക്കോസിൻ്റെ അളവ് കുത്തനെ കുറയാൻ തുടങ്ങും. അപ്പോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കി ആൽഫ സെൽസ് എന്ത് ചെയ്യും? ആൽഫ സെൽസ് നമ്മളെ ഗ്ലൂക്കോജൻ ഇറക്കി ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഗ്ലൈക്കോജൻ ഇല്ലേ, ആ ഗ്ലൈക്കോജനെ പൊട്ടിച്ച് അതിൽ നിന്ന് ഗ്ലൂക്കോസിനെ സെപ്പറേറ്റ് ചെയ്ത് ബ്ലഡിലേക്ക് കൊടുക്കും. അപ്പോൾ ബ്ലഡിൽ വീണ്ടും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. ഇങ്ങനെയാണ് ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് സംബന്ധമായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിളാണ്. നോർമൽ ലെവൽ നോക്കാം. നോർമൽ ലെവലാണ് 70 ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് നോക്കിക്കേ. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ ആര് വന്നം? ഏതായിരിക്കും ആ എക്സ് ഹോർമോൺ? ഇൻസുലിൻ. അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നല്ല അളവിൽ ഇൻസുലിൻ്റെ അളവ് കൂട്ടണം. അപ്പോൾ ഇൻസുലിൻ അളവ് കൂട്ടിയാലേ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് പോർഷൻ നമുക്ക് നോക്കണ്ട. ഈ രണ്ട് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണെങ്കിൽ കൂട്ടണ്ടേ? അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഗ്ലൂക്കോഗൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചാർട്ട് എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇതേ സെയിം തന്നെയാണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കാൽസ്യം കുറഞ്ഞത് ആരായിരിക്കും? കാൽസ്യത്തിൻ്റെ അളവിനെ കൂട്ടുന്ന ഹോർമോൺ ആരാ? പാരാത്തോർമോൺ. മറക്കരുത്, കാൽസ്യത്തിൻ്റെ അളവിനെ കൂട്ടുന്ന ഹോർമോൺ പാരാത്തോർമോൺ. കുറക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് കാൽസിറ്റോണിൻ. അങ്ങനെയാണെങ്കിൽ ചാർട്ട് ഒന്ന് ഫില്ല് ചെയ്തേ. 9 to 11 ആണ് നമ്മൾ നോർമൽ ലെവൽ. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 9 to 11 ആണ് കാൽസ്യത്തിൻ്റെ നോർമൽ ലെവൽ. ഓക്കെ, ഫ്ലോ ചാർട്ട് നോക്കിക്കേ. കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടിയപ്പോൾ തന്നെ നേരെ സിഗ്നൽ ആർക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറക്കണം. അപ്പം തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് ആര് റിലീസ് ചെയ്യും? കാൽസിറ്റോണിൻ. ഈ കാൽസിറ്റോണിൻ എക്സസ് ആയിട്ടുള്ള കാൽസ്യത്തിന് നേരെ ആർക്ക് കൊടുക്കും? ബോൺസിന് കൊടുക്കും. ബോൺസ്. ശ്രദ്ധിക്കുക. അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. ബ്ലഡിൽ ഇപ്പോൾ കൂടി നിൽക്കണേണ്. അപ്പം തന്നെ അത് ആർക്ക് കിട്ടി? തൈറോയ്ഡ് ഗ്ലാൻഡ് സിഗ്നൽ കൊടുക്കണേണ്. കാൽസിറ്റോണിൻ്റെ അളവ് കാൽസിറ്റോണിൻ ഇറക്ക്. കാരണം എന്ത് കൂടിയിട്ടുണ്ട്? കാൽസ്യത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അങ്ങനെ നേരെ എക്സ്ട്രാ ഉള്ള കാൽസ്യത്തിനെല്ലാം നേരെ എങ്ങോട്ടേക്ക് കൊടുക്കും? ബോൺസിലേക്ക് കൊടുക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു. ഇനി അടുത്ത് നോക്കിയേ. കാൽസ്യം ലെവൽ ഡിക്രീസ് ആയി. ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറവാണ്. അപ്പം തന്നെ കൂട്ടണ്ടേ? നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് പാരാതൈറോയ്ഡ് ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് പാരാത്തോർമോൺ. എന്താ വിളിക്കുക? പാരാത്തോർമോൺ. ഇനി നിങ്ങൾക്ക് വേറൊരു പേരും കൂടി പഠിക്കുക. പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് വിളിക്കുക. PTH. വാട്ട് ഇസ് PTH? പാരാതൈറോയ്ഡ് ഹോർമോണും പാരാത്തോർമോണും ഒന്ന് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ എന്താ ചെയ്യുക? ബ്ലഡിൽ. അപ്പോൾ കിഡ്നിയിലും മീൻസ് ബോൺസിൽ മാത്രമല്ല കേട്ടോ, കിഡ്നിയിലൊക്കെ ധാരാളം കാൽസ്യം ഇല്ലേ? ആ കാൽസ്യത്തിനൊക്കെ തിരിച്ച് ബ്ലഡിലേക്ക് എന്ത് കൊടുക്കും. അപ്പോഴാണ് വീണ്ടും ബ്ലഡിൽ എന്തിൻ്റെ അളവ് കൂടുക? കാൽസ്യത്തിൻ്റെ അളവ് കൂടുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുത്തിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ വരും. പക്ഷെ പഠിക്കേണ്ട ഫോർമാറ്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഒരാൾ കൂടിക്കഴിഞ്ഞാൽ അയാളെ കുറക്കണം. ഇനി അയാൾ ഒത്തിരി കുറയാൻ പാടില്ല. ഇല്ല, അയാളെ കൂട്ടുകയും വേണം. ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചോ? സ്റ്റൊമാറ്റോട്രോഫി എന്ന് പറഞ്ഞാൽ ആരാ? ഗ്രോത്ത് ഹോർമോൺ. നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടുപേരും പഠിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രോത്ത് ഹോർമോൺ മാത്രം തരുമെന്നില്ല, സ്റ്റൊമാറ്റോട്രോഫി എന്നായിരിക്കും തരാം. അപ്പോൾ നിങ്ങൾ പറയും, സാർ ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. പറയരുത്. സ്റ്റൊമാറ്റോട്രോഫിൻ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രോത്ത് ഹോർമോൺ. രണ്ട് ടേമും പഠിക്കുക. ഞാൻ പറഞ്ഞു, നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ഹോർമോണാണ് ആര്? ഈ പറയുന്ന സ്റ്റൊമാറ്റോട്രോഫിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ. ഇതിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. നമുക്ക് ഈ ആരോ മാർക്ക് ഒന്ന് നോക്കിയാലോ? ഓക്കെ, ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്, ഗ്രോത്ത് കഴിഞ്ഞ് വീണ്ടും ഈ ഹോർമോൺ റിലീസ് ചെയ്തു. ഇപ്പുറത്ത് നോക്കിയാൽ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസിൽ റിലീസ് ചെയ്യണില്ല. അങ്ങനെയാണെങ്കിൽ എ അപ്പം എന്താ അസുഖമായിരിക്കും? എ അക്രോമെഗാലി ആയിരിക്കും. ബി ഏതായിരിക്കും? ഡോർഫിസം. ഡോർഫിസം. നിങ്ങൾ ഈ ഒരു പുതിയൊരു ടേം പഠിക്കാണ്ട്, ക്രിറ്റിനിസം. എന്താ വിളിക്കുക? ക്രിറ്റിനിസം. ഇത് നമ്മൾ തൈറോയ്ഡ്, ഇപ്പോൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. തൈറോക്സിൻ ഇല്ലേ? തൈറോക്സിൻ നമുക്കറിയാം, കുട്ടികൾക്ക് തൈറോക്സിൻ ബുദ്ധി വളർച്ചക്കൊക്കെ വേണ്ട ഒരു ഹോർമോണാണ്. ഇനി കുട്ടികൾക്ക് ഈ ഹോർമോൺ കിട്ടിയില്ലെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിറ്റിനിസം.
ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ ചിൽഡ്രൻ. ആ അസുഖത്തിനെ വിളിക്കുന്ന പേരാണ് ക്രിറ്റിനിസം. ഇനി ജൈജാൻഡിസം എന്താ? ജൈജാൻഡിസം ഡ്യൂറിങ് ഗ്രോത്ത് ഫേസിൽ ആഫ്റ്റർ മീൻസ് നമുക്കെന്താ പറയുക, ജൈജാൻഡിസം എന്ന് പറയുമ്പോൾ ഓവറായിട്ട് സെക്രീറ്റ് ചെയ്യും. ഓവർ സെക്രീഷനാണ് അവിടെ എന്ത് ചെയ്യുക, ഈ ഹോർമോണിൻ്റെ നോക്കുക. സോ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റൊമാറ്റോട്രോഫിൻ ഇൻക്രീസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരു എറർ വന്നിട്ടുണ്ട്. നോക്കിയേ, പ്രൊഡക്ഷൻ ഓഫ് സ്റ്റൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ് എന്നാണ് പറഞ്ഞേക്കണേ. ഇൻക്രീസസ് നോക്കിയേ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്. ഡ്യൂറിങ് ഗ്രോത്ത് ഫേസസിൽ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ആ അസുഖം ജൈജാൻഡിസം. അതിപ്പോയി ജൈജാൻഡിസം കണ്ട, ഇൻക്രീസ് എന്നാണ് താഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇൻക്രീസ് ചെയ്തു ഏത് സമയത്ത്? ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്, വളരേണ്ട വളരേണ്ട ആ ടൈമിൽ വീണ്ടും അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കണേ. ഇനി ഇൻക്രീസസ് ആഫ്റ്റർ ദി ഗ്രോത്ത് ഫേസ്. ഓക്കെ, ആഫ്റ്റർ ഗ്രോത്ത് ഫേസിന് വീണ്ടും ഇൻക്രീസ് ഉണ്ടെങ്കിൽ അത് അക്രോമെഗാളിയാണ്. ഇവിടെ വരുന്നത് ജൈജാൻഡിസം. ഓക്കെ, അപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ആക്കി നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് 34ാമത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോർമോണാണ്. രണ്ടുപേരും കൂടി രണ്ട് ഗ്ലാൻഡ് ഒരുമിച്ചിരിക്കുന്ന പിക്ചറാണ്. മേളിൽ കാണിച്ചിരിക്കുന്നതാണ് ഹൈപ്പോതലാമസ്, താഴത്ത് കാണിച്ചിരിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ എ കാണുന്നത് എന്താ? എ ആണ് നമ്മൾ ഹൈപ്പോതലാമസിൽ കാണുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ സെക്രട്ടറി സെൽസ്. എന്താ വിളിക്കുക? ന്യൂറോ സെക്രട്ടറി സെൽസ്. ബി എന്താ? ബി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ബി കാണിച്ചേക്കുന്നത് പോസ്റ്റീരിയർ എന്നും സി കാണിച്ചേക്കുന്നത് ആൻറ്റീരിയർ എന്നുമാണ്. മാറിപ്പോവരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എ ന്യൂറോ സെക്രട്ടറി സെൽസ്, ബി പോസ്റ്റീരിയർ. എ ന്യൂറോ സെക്രട്ടറി സെൽസ്, ബി പോസ്റ്റീരിയർ, സി ആൻറ്റീരിയർ. മാറിപ്പോരുത്. ലേബിളിംഗ് നോക്കുക. പിന്നെ ലിസ്റ്റ് ഔട്ട് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് എ ആൻഡ് ബി ഇൻ ഹോർമോൺ. ശ്രദ്ധിക്കുക, എ ആരാ? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ കാണുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ സെക്രട്ടറി സെൽസ്. ഇവരുണ്ടാക്കുന്ന 4 ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 1 റിലീസിങ് ഹോർമോൺസ്, 2 ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. കണ്ട, അളവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പോൾ ഈ 2 ഹോർമോൺസ് ഉണ്ട്. കൂടാതെ ഓക്സിറ്റോക്സിൻ, ADH. ഈ 4 ഹോർമോൺസ് ഉണ്ടാക്കുന്ന ആരാ? എ ആണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബിയിലാണ്. മനസ്സിലായല്ലോ? ലിസ്റ്റ് ഔട്ട് ദ ഹോർമോൺ വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ആൻഡ് സ്റ്റോർഡ് ഇൻ ബി. ഓക്കെ, ഇവിടെ ബി നമുക്ക് ചോദിച്ചാൽ ആൻറ്റീരിയർ ആണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് എഴുതുമ്പോൾ മെയിനായിട്ട് ഈ 2 ഹോർമോൺസ് ആണ് വരിക. ഈ 2 ഹോർമോൺസ് ആണ് ശ്രദ്ധിക്കുക. നമുക്ക് എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ 4 ഹോർമോൺസ്. ഓക്കെ, ഈ 4 ഹോർമോൺസ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയിലാണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ ഇവിടെ ചോദിച്ചേക്കണം ബിയിൽ മാത്രം എഴുതിയാൽ മതി പറഞ്ഞേക്കണം. അപ്പോൾ ഈ ഓക്സിറ്റോക്സിനും ADHും സ്റ്റോർ ചെയ്യുന്നത് സിയിലാണ്. സോറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഈ 4 ഹോർമോൺസ് ഉണ്ടാക്കുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിറ്റ്യൂട്ടറിയിലാണ്. നമുക്കറിയാം പിറ്റ്യൂട്ടറിയിൽ ബി സൂചിപ്പിക്കുന്നത് പോസ്റ്റീരിയർ ആണ്, സി സൂചിപ്പിക്കുന്നത് ആൻറ്റീരിയർ ആണ്. പോസ്റ്റീരിയറിൽ സ്റ്റോർ ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ഓക്സിറ്റോക്സിനും ADHും. ഇവരാണ് ബിയിൽ സ്റ്റോർ ചെയ്യണത്. ബാക്കിയുള്ള 2 ഹോർമോൺസ് ഏതൊക്കെയാണ്? റിലീസിങ് ഹോർമോൺസ്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. അത് നമ്മളുടെ ആൻറ്റീരിയറിലാണ് സ്റ്റോർ ചെയ്യണത്. സാർ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം, കൺഫ്യൂഷൻ വരരുത്. സോ നമുക്കറിയാം എയിൽ കാണുന്ന ഹോർമോണിന്റെ പേരെന്താ? എനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ സെക്രട്ടറി സെൽസ്. ബി ആണ് നമ്മളുടെ എന്ത്? ബി പോസ്റ്റീരിയർ ആണ്. ബി പോസ്റ്റീരിയറും സി ആൻറ്റീരിയർ. ഓക്കെ, എയിൽ ഉണ്ടാക്കുന്ന 4 ഹോർമോൺസ് ഏതൊക്കെയാണ്? റിലീസിങ് ഹോർമോൺസ് ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉണ്ട്, ഓക്സിറ്റോക്സിൻ ഉണ്ട്, വാസോപ്രസിന്റെ വേറെ പേരാണ് എന്ത്? ADH. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് പറഞ്ഞേക്കണത് എയിൽ ഉണ്ടാക്കിയിട്ട് ബിയിൽ സ്റ്റോർ ചെയ്യുന്ന ആളാരാന്ന് വെച്ചേക്കണേ. ഈ 2 ആൾക്കാരാണ് എവിടെ സ്റ്റോർ ചെയ്യണേ? ബിയിൽ സ്റ്റോർ ചെയ്യണേ. ബാക്കി 2 ആൾക്കാർ എവിടെ സ്റ്റോർ ചെയ്യണേ? സിയിലാണ് സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനി മെൻഷൻ എനി 2 ഹോർമോൺ റിലീസ്ഡ് ഫ്രം. കണ്ടത് അടുത്ത ഓപ്ഷനായിട്ട് ചോദിച്ചിട്ടുണ്ട് സി. ഏതൊക്കെയാണ്? രണ്ട് ഹോർമോൺസ്, റിലീസിങ് ഹോർമോൺസും ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും ഉണ്ട്. ഇനി ഹൈപ്പോതലാമസ് ഓൾസോ നോൺ ആസ് മാസ്റ്റർ കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മറ്റുള്ള ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് എല്ലാം ചെയ്യുന്ന ആരാ? ഹൈപ്പോതലാമസ് അല്ലേ? സോ അതുകൊണ്ട് ഇയാളെ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ കൺട്രോളർ ഗ്ലാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിക്ക് ഈ ഒരു ഗ്ലാൻഡ് പഠിക്കുക. ഇനിയാണ് നമ്മൾ പ്ലാന്റ്സിൽ കാണുന്ന ഹോർമോൺസ് നമ്മൾ എന്താ വിളിക്കുക? പ്ലാന്റ് ഹോർമോൺസ് എന്നല്ലേ വിളിക്കുക. അങ്ങനെയാണെങ്കിൽ 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്ലാന്റ് ഹോർമോൺസ് അല്ലാതെ കുറച്ച് മനുഷ്യൻ ഉണ്ടാക്കുന്ന ഹോർമോൺസിന്, മാൻമെയ്ഡ് ഹോർമോൺസിനെ വിളിക്കുന്ന പേരാണ് സിന്തറ്റിക് ഹോർമോൺസ്. ഏതൊക്കെയാണ് സിന്തറ്റിക് ഹോർമോൺസ്? ഏതൊക്കെയാണ് നമുക്കറിയാം. 3 ഹോർമോണിന്റെ ഫ്രണ്ടിൽ സിന്തറ്റിക് ഇട്ട് കൊടുത്താൽ മതി. മറ്റേ സിന്തറ്റിക് ഓക്സിൻ, സിന്തറ്റിക് ജിബർലിൻ, സിന്തറ്റിക് എത്തിലിൻ. ക്ലിയർ ആണല്ലോ? ഇവരുടെയൊക്കെ ഫംഗ്ഷൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്തെങ്കിലും ഓരോരോ ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക? കൊടുക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ആണ് ഫെറമോൺസിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു, അതിന്റെ ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ വരുന്നതാണ് നേരത്തെ നമ്മൾ വാട്ടർ ബോഡി ബാലൻസ് നമ്മൾ പറയില്ലേ, വാട്ടർ ബാലൻസ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ പറയാം. ഏതൊക്കെയാണ് ഹോർമോൺ? ഏതൊക്കെയാണ്? ADH ആണ്,
ഏത് ഗ്ലാൻഡാണ് റിലീസ് ചെയ്യണത്? നമുക്കറിയാം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ആക്ഷൻസ് എന്തൊക്കെയാണ്? കിഡ്നി എന്താ ചെയ്യുക? സമ്മർ സീസണിൽ കിഡ്നി എന്താ ചെയ്യുക? കിഡ്നി റീഅബ്സോർപ്ഷൻ എന്ത് ചെയ്യും? കൂട്ടും. വിൻ്ററിലാണെങ്കിൽ കുറക്കും. ഇനി യൂറിൻ്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കും? സമ്മറിൽ എന്തായിരിക്കും? സമ്മറിൽ യൂറിൻ്റെ പ്രൊഡക്ഷൻ കുറവും വിൻ്ററിൽ യൂറിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലുമായിരിക്കും. ക്ലിയർ ആണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഈ ഒരു ബേസ് നമ്മൾ വാട്ടർ ബാലൻസിൻ്റെ റിലീസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? നമുക്ക് 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2 പേഴ്സണ് 2 റീസൺസ് തന്നിട്ടുണ്ട്. ഒരാളുടെ കഴുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വെല്ല് ചെയ്തിട്ടുണ്ട്, വീർത്തിട്ടുണ്ട്. പേഴ്സൺ ബീൻ്റെ എന്താ? ബോഡി വെയിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, മെറ്റബോളിക് റേറ്റ് ഡിക്രീസ് ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൺ എക്കും ബിക്കും എന്ത് അസുഖമാണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏക്കാണെങ്കിൽ എന്താ? സ്വെല്ലിങ്ങിന് കഴുത്തിൻ്റെ അവിടെ വീർത്താ വന്നേക്കുന്നത്. സോ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗോയിറ്റർ. എന്താ വിളിക്കുക? ഗോയിറ്റർ. പിന്നെ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ബോഡി വെയ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഹൈപ്പോതൈറോയിഡിസം ആയിരിക്കും ആ കൊച്ചിന് കണ്ടീഷൻ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ ഈ സിംറ്റംസ് ഒക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ സിംറ്റംസ് വെച്ചിട്ട് നിങ്ങൾ ഏത് ഹോർമോൺ നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? അത് നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. മറക്കരുത് കേട്ടോ. തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് നമ്മൾ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നത്, മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മൾ 41ാമത്തെ സെയിം ഡിസ്കസ് ചെയ്തതാണ്. ഗ്ലാൻഡിൻ്റെ പേരെന്താ? അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. പാർട്ട് എയും നോക്കാം. പാർട്ട് എ മെഡുല്ല, ബി കോർട്ടെക്സ് ആണ്. ബിന്ന് ഉണ്ടാക്കുന്ന 2 ഹോർമോൺസിന്റെ പേര്, ഏതെങ്കിലും 2 ഹോർമോൺസ്, കോർട്ടിസോൾസ് പറയാം, ആൽഡോസ്റ്റിറോൺസ് പറയാം, ഏതെങ്കിലും 2 ഹോർമോണിന്റെ പേര് പറയാം. പിന്നെ അവരുടെ ഫങ്ഷൻസ്. ക്ലിയർ ആണല്ലോ? അഡ്രിനൽ ഗ്ലാൻഡ് ഒക്കെ മസ്റ്റായിട്ട് പഠിക്കുക, എക്സാമിനൊക്കെ എന്തായാലും ചോദിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? പിന്നെ വരുന്നതാണ് സിന്തറ്റിക് ഹോർമോൺസിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 സിന്തറ്റിക് ഹോർമോൺസ് ഏതൊക്കെയാണ്? സിന്തറ്റിക് ഓക്സിൻ, സിന്തറ്റിക് ജിബർലിൻ, സിന്തറ്റിക് എത്തിലിൻ. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2,4-D നമ്മൾ ഈ കീടനാശികളെ കൊല്ലാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ പർപ്പസിനാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുക. ബിക്കോസ് ഈ 2,4-D സിന്തറ്റിക് ഓക്സിൻ ഒരു എക്സാമ്പിളാണ്. 2,4-D സിന്തറ്റിക് ഓക്സിൻ എക്സാമ്പിളാണ്. ഈ ആള് ഏറ്റവും കൂടുതൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വീഡിസൈഡ്സ്, കീടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് എന്ത്? 2,4-D. ഓക്കെ. അതും ഇൻഡെപ്ത് ഉള്ളിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ നന്നായ രീതിയിൽ പഠിക്കുക. പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന 2 ഹോർമോൺസിന്റെ പേര്, 2 സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ് 2 സെൽസ്? നമുക്കറിയാം തൈറോയ്ഡ് ഗ്ലാൻഡ് കാണുന്ന 2 സെൽസ് ഏതൊക്കെയാണ്? 1 ഫോളിക്കുലാർ സെൽസും ഉണ്ട്, 2 പാരാഫോളിക്കുലാർ സെൽസും. ഫോളിക്കുലാർ എന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് തൈറോക്സിൻ. പാരാഫോളിക്കുലാർ എന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് കാൽസിറ്റോണിൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ട, അവരുടെ ഫ്ലക്ച്വേഷൻ വന്ന 2 അസുഖങ്ങൾ വരൂലേ? ഏതൊക്കെയാണ്? തൈറോയിഡിന്റെ അളവ് കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് ബയോളജിയിൽ ഹൈപ്പർ. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം വരാം, ഹൈപ്പോ തൈറോയിഡിസം വരാം. പിന്നെ വന്നതാണ് ഗോയിറ്റർ. ക്ലിയർ ആണല്ലോ? ഇതോടെ നമ്മളുടെ ചാപ്റ്റർ 3 ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ ഗ്ലാൻഡ് പഠിക്കുമ്പോഴും ആ ഗ്ലാൻഡിൻ്റെ റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് ഈ വർക്ക് ഷീറ്റിൽ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പഠിക്കാൻ പോകുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് ആണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് നന്നായിട്ട് പഠിക്കുക. ഗ്ലാൻഡിൻ്റെ പേര്, അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ സ്ട്രക്ചർ പഠിക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക, ഡിസോർഡേഴ്സ് നോക്കുക. ഇതെല്ലാം പഠിച്ചതിന് ശേഷം വർക്ക് ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കുക, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് തീർക്കുക. സോ ഇതോടെ നമ്മുടെ ബയോളജിയിലെ ചാപ്റ്റർ 3, ചാപ്റ്റർ 4 വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ താങ്ക് യു.